ഹായ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഗെയിൻ നോളജ് മിഷന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സിലൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വരികയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജനുവരി 4-ാം തീയതി മുതൽ 6-ാം തീയതി വരെയുള്ള കറണ്ട് അഫയേഴ്സുകളാണ്. ഓക്കെ, നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾക്കറിയാം നവംബർ 1-ാം തീയതി മുതലാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വരുന്നത്. നവംബർ ഡിസംബർ മാസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് 2024 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലും ജനുവരി മുതലുള്ളത് നമ്മുടെ കറണ്ട് അഫയേഴ്സ് 2025 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലുമാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വരുന്നത്. ജനുവരി 1 മുതൽ 3 വരെയുള്ള കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജനുവരി 4-ാം തീയതി മുതൽ 6-ാം തീയതി വരെയുള്ള പ്രധാനപ്പെട്ട കുറച്ച് സംഭവങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിനു മുമ്പായിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ എപ്പോഴും ഒരു പഴയ ഡയറിയോ ബുക്കോ എല്ലാം എടുത്തിട്ട് അതിനകത്ത് ഓരോ ദിവസത്തെയും എഴുതി തന്നെ പഠിക്കുക. നമ്മുടെ പരീക്ഷകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു സംഗതിയാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ജനുവരി 4-ന്റെ ഒരു പ്രത്യേകതയാണ് ലോക ബ്രെയിൽ ദിനം. ലോക ബ്രെയിൽ ദിനം എന്ന് പറയുന്നത് ജനുവരി 4-ആണ്. കാഴ്ച പരിമിതർക്ക് കാര്യക്ഷമമായ ആശയവിനിമയവും അതുവഴി മനുഷ്യാവകാശത്തിന്റെ സമ്പൂർണ്ണ സാക്ഷാത്കാരം ലക്ഷ്യമിട്ടുകൊണ്ട് 2019 മുതലാണ് ആഗോളതലത്തിൽ ബ്രെയിൽ ദിനം ആചരിച്ചു വരുന്നത്. ലോക ബ്രെയിൽ ദിനം എന്നാണ് ജനുവരി 4, 2019 മുതലാണ് ഇങ്ങനൊരു ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. ഇത്തവണത്തെ ലോക ബ്രെയിൽ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് കാഴ്ച വൈകല്യമുള്ളവർക്കുള്ള പ്രവേശനക്ഷമതയും ഉൾപ്പെടുത്തലും ആഘോഷിക്കുന്നു എന്നതാണ് ഇത്തവണത്തെ പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജനുവരി 4 എന്തായിട്ട് ആഘോഷിക്കുന്നു? ലോക ബ്രെയിൽ ദിനമായിട്ട് ആചരിക്കുന്നു. ഓക്കെ, ഇനി നമുക്കൊരു കണക്ക് നോക്കാം. ഓക്കെ, കണക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്ന ഭാഗത്തിൽ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തി ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. പ്രത്യേകിച്ച് സെക്രട്ടറി ടെസ്റ്റിന്റെ പോലെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വളരെ നിർണായകമായിട്ട് വരുന്നതാണ് നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ മേഖലയിൽ വരുന്ന കറണ്ട് അഫയേഴ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ടത് നോട്ട് ചെയ്ത് വെക്കുക. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു റിപ്പോർട്ട് അടുത്തിടെ പുറത്തിറങ്ങുകയുണ്ടായി. അതിൽ പറയുന്നത് ഗ്രാമീണ ദാരിദ്ര്യവും നഗരമേഖലയിലെ ദാരിദ്ര്യവും തമ്മിലുള്ള ഒരു കണക്ക് പുറത്തുവിട്ടു. അതിൽ പറയുന്നത് ഇന്ത്യയിൽ 2011-12 സാമ്പത്തിക വർഷത്തിൽ 25.7% ഗ്രാമീണ ദാരിദ്ര്യം എങ്കിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ 4.86% ഗ്രാമീണ ദാരിദ്ര്യം കുറഞ്ഞു എന്നാണ് SBIയുടെ പുതിയൊരു റിപ്പോർട്ട് വരുന്നത്. അതേപോലെ നഗരമേഖലയിലെ ദാരിദ്ര്യം 13.7%-ൽ നിന്ന് 4.09%-മായി കുറഞ്ഞതായിട്ടും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഗ്രാമീണ ദാരിദ്ര്യം 2011-12 സാമ്പത്തിക വർഷത്തിൽ 25.7%-ആയിരുന്നെങ്കിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ എത്ര ശതമാനമായി? 4.86%. നഗരമേഖലയിലെ ദാരിദ്ര്യം 2011-12 13.7%-ആയിരുന്നെങ്കിൽ 2023-24 എത്രയായിട്ട് കുറഞ്ഞു? 4.09%-ആയിട്ട് കുറഞ്ഞു. അത് SBI പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടാണ്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളാം. അതേപോലെ ജനുവരി 5-ന്റെ ഒരു പ്രത്യേകതയാണ് ജനുവരി 5 ദേശീയ പക്ഷി ദിനമായിട്ട് ആചരിക്കുന്നു. പക്ഷികളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവയുടെ ആവാസ വ്യവസ്ഥകളെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുന്നതിനായിട്ടാണ് എല്ലാ വർഷവും ജനുവരി 5 എന്തായിട്ട് ആചരിക്കുന്നത്? പക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത്. പക്ഷികളുടെ പാരിസ്ഥിതിക പ്രാധാന്യവും അവയെ സംരക്ഷിക്കേണ്ട ആവശ്യകതയൊക്കെ ഈ ദിനാചരണം കൊണ്ട് പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ദേശീയ പക്ഷി ദിനം എന്നാണ്? ജനുവരി 5-ആണ്. ഓക്കെ, അടുത്തിടെ നമ്മൾ കേട്ടായിരുന്നു സ്പേഡെക്സ് ദൗത്യം, ഇല്ലേ? ISROയുടെ സ്പേഡെക്സ് ദൗത്യത്തെ പറ്റി നമ്മൾ അടുത്തിടെ കേട്ടിട്ടുണ്ടായിരുന്നു. ബഹിരാകാശത്ത് ആദ്യമായി പയർവിത്ത് മുളപ്പിക്കൽ പരീക്ഷണം വിജയകരമാക്കിയ ഇന്ത്യയുടെ പേടകത്തിന്റെ പേരാണ് പോയം 4. ബഹിരാകാശത്ത് ആദ്യമായി പയർവിത്ത് മുളപ്പിക്കൽ പരീക്ഷണം വിജയകരമാക്കിയ ഇന്ത്യയുടെ പേടകത്തിന്റെ പേരാണ് പോയം 4. നമ്മൾ നേരത്തെ പറഞ്ഞ സ്പേഡെക്സ് ദൗത്യത്തിനൊപ്പം അയച്ചിട്ടുള്ളൊരു പേടകമാണ് പോയം 4 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബഹിരാകാശത്ത് ആദ്യമായി പയർവിത്ത് മുളപ്പിക്കൽ പരീക്ഷണം വിജയകരമാക്കിയ ഇന്ത്യയുടെ പേടകത്തിന്റെ പേരാണ് പോയം 4. ഓക്കെ, ഇനി അടുത്ത പറയാനുള്ളത് നമ്മുടെ നാവികസേനയ്ക്ക് കരുത്തേകാനായിട്ട് 3 യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്യാൻ പോവാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത 3 യുദ്ധക്കപ്പലുകളാണ് നീൽഗിരി, സൂറത്ത്, വാക്ഷീർ എന്ന് പറയുന്ന 3 യുദ്ധക്കപ്പലുകൾ. നാവികസേനയ്ക്ക് വേണ്ടിയിട്ടുള്ള 3 യുദ്ധക്കപ്പലുകൾ ജനുവരി 15-ാം തീയതി കമ്മീഷൻ ചെയ്യും. ഓക്കെ, അപ്പോൾ നാവികസേനയുടെ തദ്ദേശീയ കപ്പൽ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് നിർമ്മിച്ചതാണ് ഏതൊക്കെ? നീൽഗിരി, സൂറത്ത്, വാക്ഷീർ എന്ന് പറയുന്ന 3 യുദ്ധക്കപ്പലുകൾ. അവിടെ നോട്ട് ചെയ്തോളാം. ഓക്കെ, അതുപോലെ ഒരു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, PMFBY എന്ന് പറയും. കാർഷിക വിളകൾക്ക് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. അതുകൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക.
അതുപോലെ 31ാമത് ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിന് വേദി എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ ഭോപ്പാലാണ്. 31ാമത് ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിന്റെ വേദി മധ്യപ്രദേശിലെ ഭോപ്പാലാണ്. അവിടെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് ആണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 31ാമത് ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ ഭോപ്പാലാണ്. ഈ വർഷത്തെ ബാലശാസ്ത്ര കോൺഗ്രസിന്റെ പ്രമേയം എന്ന് പറയുന്നത് ആരോഗ്യത്തിനും സൗഖ്യത്തിനുമായി ആവാസ വ്യവസ്ഥയെ മനസ്സിലാക്കുക എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിന്റെ പ്രമേയം എന്ന് പറയുന്നത്. അപ്പോൾ 31ാമത് ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ ഭോപ്പാലാണ്. അതുപോലെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത സങ്കര ഇനം പാവൽ വരുന്ന രണ്ടിനങ്ങളാണ് പ്രജനിയും പ്രകൃതിയും. ഓക്കെ, സങ്കര ഇനം പാവലിലെ രണ്ടിനങ്ങളാണ് ഏതൊക്കെ? പ്രജനിയും പ്രകൃതിയും. ഇവിടെ കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത രണ്ട് സങ്കര ഇനം പാവലുകളാണ് ഏതൊക്കെ? പ്രജനിയും പ്രകൃതിയും. ജസ്റ്റ് നോട്ട് ചെയ്തോളാം. അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന പുതിയ ആപ്ലിക്കേഷന്റെ പേരാണ് കെ സ്മാർട്ട്. എന്താണ് കെ സ്മാർട്ട്? കേരള സൊല്യൂഷൻ ഫോർ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. ഓക്കെ, അത്ര അറിഞ്ഞിരിക്കേണ്ട, ജസ്റ്റ് എന്താണ് കെ സ്മാർട്ട് എന്ന് അറിഞ്ഞിരിക്കുക. തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുട കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന ആപ്ലിക്കേഷനാണ് എന്ന് പറയുന്നത് കെ സ്മാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കറണ്ട് അഫയേഴ്സുകളാണ് നമുക്ക് ഈ ഒരു ജനുവരി 4 മുതൽ 6 വരെയുള്ള തീയതികളിൽ നോക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് എല്ലാവരും എഴുതി പഠിക്കുക. അതുപോലെ ഗെയിൻ നോളജ് മിഷന്റെ കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമുക്ക് 10 മുതൽ ഡിഗ്രി വരെയുള്ള സെക്രട്ടറി അസിസ്റ്റന്റ് ഡിവിഷണൽ അക്കൗണ്ട് ഉൾപ്പെടെ എല്ലാ കോഴ്സിനുള്ള പുതിയൊരു ബാച്ച് ജനുവരി 15 മുതൽ നമ്മൾ പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഓരോ ബാച്ചിലും 25 പേർക്ക് മാത്രമാണ് നമ്മൾ അഡ്മിഷൻ കൊടുക്കുക. ലൈവ് ക്ലാസ് ആണ്. ക്ലാസ്സിൽ തന്നെ നോട്ട് എഴുതണം. 1 ഇയർ ഫുൾ മെന്റർഷിപ്പ് സപ്പോർട്ടോടുകൂടി നിങ്ങൾക്ക് പഠിക്കാം. എന്ത് സഹായമാണെങ്കിലും തീർച്ചയായും ഗെയിൻ നോളജ് മിഷൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഡൗട്ട് ക്ലിയറിങ്ങിനാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും എല്ലാ വിവരങ്ങളും അടിസ്ഥാന വിവരങ്ങൾ മുതൽ പഠിപ്പിച്ച് മുഴുവൻ സിലബസും പൂർത്തിയാക്കുന്ന കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ളതിൽ മികച്ച ഒരു ദൗത്യമാണ് എന്ന് പറയുന്നത് ഗെയിൻ നോളജ് മിഷൻ എന്ന് പറയും. തീർച്ചയായിട്ടും ആ പേര് അർത്ഥമാക്കുന്നത് പോലെ ഗെയിൻ നോളജ്, നിങ്ങൾക്ക് ആവശ്യമായ അറിവുകൾ ഇവിടെ നിന്നും സമ്പാദിക്കാം. തീർച്ചയായും അടിസ്ഥാന വിവരങ്ങൾ മുതൽ മുഴുവൻ കാര്യങ്ങളും ഒരു കോഴ്സിലൂടെ പഠിച്ച് നിങ്ങൾക്ക് മുന്നേറിപ്പോകാം. അതുപോലെ തന്നെ 10 മുതൽ ഡിഗ്രി വരെയുള്ള നമ്മൾ ഒരുമിച്ച് ഒറ്റ കോഴ്സായിട്ട് നിങ്ങൾ ഡിഗ്രി യോഗ്യത ഉള്ള ഒരാളെ സംബന്ധിച്ചോളം 10 മുതൽ ഡിഗ്രി വരെയുള്ള എല്ലാത്തിനും കിട്ടും. കാരണം ഡിഗ്രി യോഗ്യത ഉള്ള ഒരാൾ 10ാം ക്ലാസ് ലെവൽ പരീക്ഷയ്ക്കും അപ്ലൈ ചെയ്യും. ആ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഒറ്റ കോഴ്സായിട്ട് നിങ്ങളിലേക്ക് അത് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തുക. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഓക്കെ, അതുപോലെ നമ്മളാകെ 25 പേർക്കാണ് അഡ്മിഷൻ എന്ന് പറഞ്ഞു. ഇനി ഒരു 3-4 സീറ്റും കൂടെ ആ ഒരു 15ാം തീയതി തുടങ്ങുന്ന ബാച്ചിൽ വേക്കൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യും. ഓക്കെ, അടിസ്ഥാന വിവരങ്ങൾ മുതൽ മുഴുവൻ സിലബസ് പ്രകാരമുള്ള എല്ലാ സബ്ജക്റ്റുകളും നിങ്ങൾക്ക് ഇതിലൂടെ ലഭ്യമാണ്. കൂടാതെ ബികോം യോഗ്യത വരുന്നവർക്ക് വേണ്ടി PSC നടത്തുന്ന പരീക്ഷകളുണ്ട്. KFC അസിസ്റ്റന്റ് പോലെ, അതുപോലെ പൊതുമേഖലാ സ്ഥാപനത്തിലെ അക്കൗണ്ടന്റ്, ഇപ്പോൾ വിളിച്ചിട്ടുള്ള ക്യാഷ്യർ കം അക്കൗണ്ടന്റ്, ഇങ്ങനെയുള്ള തസ്തികൾക്കെല്ലാം കൂടെ ചേർത്ത് ബികോം ടോപ്പിക്കുകൾ മാത്രമായിട്ടും ഒരു കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡിഗ്രി ലെവൽ കോഴ്സിനോടൊപ്പം നമ്മൾ സെക്രട്ടറി അസിസ്റ്റന്റ് ഡിവിഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് കൂടെയാണ് കൊടുക്കുന്നത്. അതുപോലെ യൂണിഫോം പോസ്റ്റിൽ തയ്യാറെടുക്കുന്നവർക്കായിട്ട് നമ്മൾ ഓൾറെഡി ജനറൽ കോഴ്സ് നടത്തുന്നുണ്ട്. അത് കൂടാതെ സ്പെഷ്യൽ ടോപ്പിക്കുകളുടെ ഒരു പ്രത്യേക ഒരു ബാച്ചും കൂടെ നമ്മൾ വിളിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് സ്പെഷ്യൽ ടോപ്പിക്കുകൾ യൂണിഫോം പോസ്റ്റിൽ വരുന്നത്, അതായത് CPA മുതൽ SI വരെയുള്ള ഏതൊക്കെ തസ്തികൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഏതൊക്കെ ഉണ്ടോ അതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഒറ്റ ബാച്ചായിട്ട് നമ്മൾ ഉടൻ തന്നെ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, കാരണം ഇതിൽ 10 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള അഭിഭാഷകർ തന്നെയാണ് ഇതിൽ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ സ്പെഷ്യൽ ടോപ്പിക്ക് ബികോം ബേസുള്ള കോഴ്സ് കൂടാതെ സെക്രട്ടറി അസിസ്റ്റന്റ് ഡിവിഷണൽ അക്കൗണ്ട് ഉൾപ്പെടെയുള്ള ഡിഗ്രി ലെവൽ കോഴ്സുകൾക്കും നമ്മുടെ ഗെയിൻ നോളജ് മിഷൻ ഇപ്പോൾ ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട്. ഓക്കെ, ഗെയിൻ നോളജ് മിഷൻ്റെ 24ാമത് ബാച്ചാണ് ഇപ്പോൾ ഈ രാത്രി 8 മണിക്ക് പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു അധ്യായമായി വീണ്ടും കാണാം. താങ്ക് യു.